നമ്മുടെ ഈ ജനനം പ്രിയപ്പെട്ടവരെ നിന്നുള്ള ക്രിസ്തുവിൽ നിന്നുള്ള ജനനമാണ്. ആ ജനനത്തെ കുറിച്ചാണ് നമ്മൾ കുരിശിന്റെ വഴിയിലെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ വായിക്കുന്നത്. ഈശോയുടെ മാറ് പിളർന്നു. ഈശോയുടെ മാറ് പിളർന്നു. പിളർക്കപ്പെട്ട മാറിൽ നിന്ന് രക്തമൊഴുകി, ജലമൊഴുകി. രക്തമൊഴുകുകയും ജലമൊഴുകുകയും ചെയ്ത ആ മാറിന്റെ ചുവട്ടിൽ ഒരാണും പെണ്ണും, പുതിയ സൃഷ്ടി. ആരാണ് അവിടെ നിൽക്കുന്നത്? പരിശുദ്ധ അമ്മയും യോഹന്നാനും നിൽക്കുകയാണ്. ശ്രദ്ധിക്കണം, പുതിയ സൃഷ്ടിയാണ്. പഴയ സൃഷ്ടി പിതാവായ ദൈവം ഒരാണിനും പെണ്ണിനും ജന്മം നൽകി. അവർ ഒരു മരത്തിന്റെ ചുവട്ടില് നിൽക്കുകയാണ്. പഴയ സൃഷ്ടി മണ്ണിൽ നിന്നെടുത്തവര് പഴയ സൃഷ്ടി. ഇതാ പുതിയ സൃഷ്ടി ഒരു മരത്തിന്റെ താഴെ. ആ മരത്തിലെ തൂങ്ങി നിൽക്കുന്ന ക്രിസ്തു, പിളർക്കപ്പെട്ട അവന്റെ മാറ്, അവിടെ നിന്ന് രക്തമൊഴുകുന്നു, ജലമൊഴുകുന്നു. നിങ്ങൾക്കറിയാം, ഒരമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് ഈ രക്തത്തിലും ജലത്തിലുമാണ്. ഈശോയുടെ മാറിൽ നിന്നാണ് പിളർന്നത്, മണ്ണിൽ നിന്നല്ല. പുതിയ സൃഷ്ടിയുടെ പ്രതീകമാണ് കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന യോഹന്നാനും മറിയവും. തിരുസഭയുടെ പ്രതീകമാണ്. അവർ ജനിച്ചത് മാംസത്തിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നാണ്. ഈശോയുടെ ഹൃദയത്തിൽ നിന്നൊഴുകിയത് ആത്മാവും ജീവനുമാണ്. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം, പരിശുദ്ധാത്മാവിലുള്ള ജനനം, അതാണ് സഭ. സഭയുടെ പ്രതിനിധികളാണ് ഈ അമ്മയും മകനും. ഇപ്പൊ നമ്മള് ആ വംശമാണ് തുടരുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ സഭയിൽ ജ്ഞാനസ്നാന തൊട്ടിയിൽ നിന്ന് പിറന്നത്. ജ്ഞാനസ്നാന തൊട്ടിയിലെ ആ ജനനം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഒരു പുതിയ മനുഷ്യാവതാരമാണ്. വചനം മാംസമാവുകയാണ്. എവിടെ? ജ്ഞാനസ്നാന തൊട്ടിയിൽ വചനം മാംസമാവുകയാണ്.